വാലേക്കും അസ്സലാം. അല്ല, ആയിഷമ്മോട് വന്നില്ല മോന്റെ കൂടെ? ഇല്ലപ്പാ. അല്ല, ഉമ്മയുടെ പോയി? ഓള് നബീസനടെ പോയതാ. ഇപ്പൊ വരൂ. മോൻ വാ, കേറിക്ക്. ഇല്ല, കേറുന്നില്ലപ്പാ. ഞാൻ ഉപ്പനോടൊരു കാര്യം ചോദിക്കാൻ വന്ന. എന്തിനു മോനെ? ഉപ്പ സത്യം പറയണം. ഈ സ്ത്രീധനത്തിനുള്ള പൈസ ഉപ്പ ആരോടാണ് കടം വാങ്ങിയേ? ഞാനൊന്നൊരു ബുദ്ധിമോശം കൊണ്ട് ചോദിച്ചത്. അതൊക്കെ ഞാനിപ്പോ മടക്കി തരാൻ പോവാ. കാരണം 50 പവനേക്കാൾ വില മതിക്കുന്ന ഒന്നിനെയാണല്ലോ ബാപ്പ എനിക്ക് തന്നത്. അതിന് വില പേശിയാൽ പടച്ചവനോട് പൊറുക്കൂല. ആ പണമൊക്കെ എവിടുന്ന് കിട്ടിയെന്നാണോ മോനറിയണ്ടി? നിങ്ങൾ 50 പവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബ്രോക്കർ ഉസ്മാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ നെഞ്ചിൽ തീ ആളിപ്പടരേ. ഈ കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ മോക്കത് താൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു പാപ്പാന്റെ കടമയാണ് മകളെ നല്ലൊരാൾക്ക് കൈപിടിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് പടച്ചോൻ എനിക്കൊരു വഴി കാണിച്ചു തന്നത്. ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. തൽക്കാലം ഈ അത്രയും മനസ്സിലാക്കിയാൽ മതി. പേരെന്താന്നാ പറഞ്ഞത്? കാദർ. എന്റെ കാദർക്ക, നിങ്ങളിപ്പോ കിഡ്നി ഒന്നും വിൽക്കാൻ പോണ്ട. നിങ്ങളെ പടച്ചവനാണ് എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത്. പടച്ചവൻ എനിക്കിതുവരെ കുഞ്ഞുങ്ങളെ തന്നില്ല, പകരം ഒരുപാട് സമ്പത്ത് തന്നു. മക്കളെ ലഭിക്കാൻ ഇസ്തിഗ്ഫാറും ധാരാളം സദഖയും കൊടുക്കണമെന്നല്ലേ പ്രവാചക വചനം. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ആയിഷമോൾ നിങ്ങളുടെ മാത്രം ആളല്ല, എന്റെ കൂടി ആളാണ്. ആയിഷമോളെ എല്ലാ വിവാഹ ചെലവും ഞാൻ വഹിക്കാം. നിങ്ങളെപ്പോലൊരു വാപ്പയെ കിട്ടിയ അവൾ എത്ര ഭാഗ്യവതിയാണ്. ഏയ്, കരയരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. നീണ്ട 16 വർഷമായി കാത്തിരിക്കുന്ന എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി. ഇനി മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയമല്ല. നിങ്ങളുടെ അല്ല, നമ്മളുടെ മകളുടെ ആയിഷമ്മളുടെ കല്യാണം നമുക്ക് ഗംഭീരാക്കണ്ടേ? എക്സ്ക്യൂസ് മീ, ഈ ഇക്ബാൽ ഡോക്ടറെ ഒന്ന് കാണാനേ. അവിടേക്കാ? നേരെ പോയാൽ മതി. താങ്ക്സ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് വയസ്സിലെ വിശേഷം? വിവാഹ ജീവിതമൊക്കെ എങ്ങനെ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നു. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഞാൻ വന്നത് നിങ്ങൾ ഉപ്പാക്ക് കൊടുത്ത സ്ത്രീധന സാധനം തിരിച്ചേൽപ്പിക്കാനാ. നിങ്ങൾ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇല്ല ഫൈസൽ, ഇത് ഞാൻ വെറുമൊരു സ്ത്രീധനത്തുകയായി മാത്രമല്ല കണ്ടത്. ഒരു പിതാവിന്റെ അവസാനത്തെ ആഗ്രഹമായ മകളുടെ കല്യാണം നടത്തി കൊടുക്കലാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ നിക്കാഹ് എന്ന സ്വപ്നം നടക്കാനുള്ള ഒരു സഹായമായി മാത്രമാണ് ഞാൻ അതിനെ കണ്ടത്. അതിന് പകരമായി പടച്ചവൻ എനിക്ക് നൽകിയ സമ്മാനം എന്താണെന്നറിയോ ഫൈസലിന്? 16 വർഷമായി ഞങ്ങൾ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകി. ഇന്നെന്റെ ഭാര്യ ഗർഭിണിയാണ്. ഫൈസലെ, ഈ കാണുന്നത് പോലെയല്ല ജീവിതം. അള്ളാഹു അങ്ങനെയാണ്. അവന്റെ തീരുമാനങ്ങളെന്നും നമുക്ക് നല്ലതേ വരുത്തൂ. അവൻ നമുക്ക് ഒരു സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ വിടാതെ എന്നും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. സമയമാവുമ്പോ
നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അവൻ നമ്മളിലേക്ക് എത്തിക്കും. എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് അവൻ. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ആ തുക ഉപ്പാനെ ഏൽപ്പിക്കുക. ഇനിയുള്ള കാലം ആ നല്ല മനുഷ്യൻ വിശ്രമിക്കട്ടെ. മോനിപ്പ ചെല്ല്, പ്രാർത്ഥിക്ക്, നമുക്കെല്ലാവർക്കും വേണ്ടി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അല്ല കബീറെ, അന്റെ കാര്യം ഇങ്ങനെയാണെ പോക്കാണല്ലോ. ഇന്നലെ ബന്ദ്, മിനിയാന്ന് ബന്ദ്, നാലാം നാള് ബന്ദ്, ഇന്നും ബന്ദ്. ഇങ്ങനെയാണെങ്കിൽ ഈയൊക്കെ എങ്ങനെയാണോ വീട്ടിലേക്ക് അരി വാങ്ങുക? ഈയൊന്ന് തുറന്നിട്ട് വേണം എനിക്കൊരു ചായ കടം കുടിക്കാൻ വിചാരിച്ച വണ്ടി ഇവിടെ നിർത്തി. ആണോ? പിന്നല്ലാതെ. അത് ശരി. ആ കബീറ, ആ ഫൈസലോ, ഇന്ന് ഹർത്താലായിട്ട് ഈ എങ്ങോട്ടാ പോണ്? ഒന്നുമില്ല. അല്ല, നിങ്ങൾക്ക് പെണ്ണു ലീവാല്ലേ? അല്ല, എങ്ങനെ പോണ് കാര്യങ്ങൾ? കൊഴപ്പല്ല, അങ്ങനെ പോണ്. ഓ, അല്ല കബീറെ, ആ ഈ ഒരു സംഗതി അറിഞ്ഞു? എന്തേനു? നമ്മളാ യൂസഫാജിന്റെ മോളുണ്ടല്ലോ, സജിന നട്ടം പറഞ്ഞൊരു പെണ്ണ്. ആ, ആ, ആ. ഓളേതോ ഒരു ബംഗാളി ചക്കന്റെ കൂടെ ഒളിച്ചോടി പോയി അറിഞ്ഞ കേട്ട്. പടച്ചോനെ, നേരോ? അല്ലാതെ ഞാൻ വെറുതെ പറയാ. ആ പെണ്ണിന്റെ നടത്തും ഫാഷനും കണ്ടാ തന്നെ അറിയാം. അതല്ല ഫൈസലേ, നീ അവളെ പെണ്ണ് കാണാൻ പോയില്ലേനോ? പടച്ചോൻ കാത്തട തന്നെ. ഏതായാലും ഓള് പോയി. സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രം തിരഞ്ഞു പിടിച്ചു കല്യാണം കഴിക്കുന്നവർ അറിയുന്നില്ല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ ദീനാണെന്ന്. ദീനെന്ന് പറഞ്ഞാൽ വെറും ഖുർആനോത്തും നിസ്കാരവും നോമ്പും മാത്രമല്ല. യഥാർത്ഥ ദീനെന്ന് പറയുന്നത് സൽസ്വഭാവമാണ്. ഭർത്താവിനെ അനുസരിക്കുന്ന, അവനെ സന്തോഷപ്പെടുത്തുന്ന സൽസ്വഭാവം.